प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. എല്ലാ മക്കളും സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നാളെയാണ് നമ്മുടെ പരീക്ഷ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷി ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചോ. യെസ്, എന്താണ് ഈ ചോദ്യം? പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്നുള്ള നമ്മുടെ ആ പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ലേഖിക ഓർ ആദമി കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേ. ആരൊക്കെയാണ്? ലേഖികയും അതേപോലെ പിന്നെ ആരും കൂടി എന്നാ പറഞ്ഞിട്ടുള്ളത്? ലേഖികയും അതേപോലെ പിന്നെ ആരും കൂടിയുള്ള സംഭാഷണ പറഞ്ഞത് ലേഖിക ഓർ ആദമി തമ്മിലുള്ള വാർത്താലാപ്. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്. അപ്പൊ വാർത്താലാപ് എന്ന് പറഞ്ഞാലും ബാത്ചീത്ത് എന്ന് പറഞ്ഞാലും സംഭാഷണം എന്നാണ് എന്നുള്ളത് എന്റെ മക്കൾ എന്ത് ചെയ്യുക? അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ വാർത്താലാപ് അഥവാ സംഭാഷണമാകുന്നു അല്ലെ? വാർത്താലാപ് അഥവാ സംഭാഷണം. നോക്കിക്കോ, സംഭാഷണം അല്ലെ? കോൺവെർസേഷൻ എന്നും നമ്മൾ എന്ത് ചെയ്യും? പറയും. ഓക്കെ, അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിട്ടാ പറയാം. അപ്പൊ ലേഖികയായും അതേപോലെ ആദമിയും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ആദ്യം ലേഖിക പറയാണ്, ഭയ്യ ക്യാ ബാത് ഹേ. എന്താ പറ്റി, എന്ത് പറ്റി, എന്താണ് കാര്യം എന്നുള്ളത് ലേഖിക ചോദിക്കാണ്. അപ്പൊ ആദമി എന്ത് പറയും? ആ മനുഷ്യന് എന്തായിരുന്നു ആവശ്യമായിട്ട് വന്നിരുന്നത്? ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പൈസ പേ ചെയ്യുന്ന സമയത്ത് എന്തായി? അദ്ദേഹത്തിന്റെ കയ്യിൽ 20 രൂപ തികയാതെ വന്നു. അപ്പൊ പിന്നിൽ നിൽക്കുന്ന ലേഖിക ചോദിക്കുന്ന ആ സന്ദർഭമാണ് ഇവിടെ കോൺവെർസേഷൻ ആയിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലേ? അപ്പൊ ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഇങ്ങനെ ആ സമയത്ത് ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പോക്കറ്റൊക്കെ തെരഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് തികഞ്ഞില്ല? 20 രൂപ തികയാതെ വന്നു. അപ്പൊ അത് മറുപടി പറയാ മനുഷ്യൻ എന്താ പറഞ്ഞത്? 20 റുപ്പിയെ നഹി മിൽ രഹേ ഹേ അല്ലെ? എന്താ പറഞ്ഞത്? 20 രൂപ എന്റെ കയ്യിലില്ല അല്ലെ? 20 രൂപയുടെ കുറവുണ്ട് അല്ലെ? ലേഖികയോട് മറുപടി പറയാം. അപ്പൊ ലേഖിക എന്ത് ചെയ്തു? യഹ് ലീജിയെ 20 റുപ്പിയെ, ഇതാ 20 രൂപ പിടിച്ചോളൂ അല്ലേ എന്ന് പറഞ്ഞ് 20 രൂപ കൊടുക്കാണ്. ആദമി പറയാ, നഹി വേണ്ട. എന്ത് ചെയ്താ? മേനെ ഫോൺ കിയാ ഹേ, ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട് അല്ലേ? അബിലാത്ത ഹോക അല്ലെ? പെട്ടെന്ന് വൈകാതെ തന്നെ 20 രൂപ ഇവിടെ എത്തും. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? 20 രൂപ വേണ്ട എന്ന് പറയാം. അപ്പൊ ലേഖിക ഇത്തരത്തിൽ മറുപടി ലേഖികക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? കോയി ബാത് നഹി യഹ് രഖ് ലീജിയെ മിൽനെ കെ ബാദ് വാപ്പസ് കർ ദീജിയേഗ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഈ 20 രൂപ വെച്ചോളൂ, പ്രശ്നമാക്കണ്ട അല്ലേ? എന്ത് ചെയ്തോളൂ? ആ 20 രൂപ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ആരോടാണോ 20 രൂപ ചോദിച്ചിട്ടുള്ളത് അവർ തിരിച്ചു തരുമ്പോ നിങ്ങൾ എന്ത് ചെയ്തോളൂ? മിൽനെ കെ ബാദ് നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം വാപ്പസ് കർ ദീജിയെ, തിരിച്ചു തന്നാ മതി അല്ലെ? വാപ്പസ് തിരിച്ചു തരിക അല്ലെ? തിരിച്ചു തന്നാൽ മതി എന്ന് പറയാം അല്ലെ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി? തിരിച്ചു തന്നാൽ മതി എന്ന് പറയാണ് നമ്മുടെ ആദമിയോട് നമ്മുടെ ലേഖിക. ആ സമയത്ത് നമ്മുടെ ആദമി പറയാണ്, ധന്യവാദ് ബഹൻ അല്ലെ? നന്ദിയുണ്ട് അല്ലെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ആ സഹോദരിയെ നമ്മുടെ ലേഖികയോട് എന്ത് പറയാണ്? ധന്യവാദ് പറയാണ്. ആരെയും? നമ്മുടെ ആദമി. ഓക്കെ, അപ്പൊ ഇതാണ് ലേഖികയും ആദമിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിനായിരിക്കും നമ്മളോട് ഈ വരുന്ന പരീക്ഷയിൽ ചോദിക്കുക. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ സിമ്പിളായിട്ട് എഴുതി ഈ 4 മാർക്ക് നമ്മൾ ഷുവറായിട്ട് നമുക്ക് നേടാൻ കഴിയണം. അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് നേടാൻ കഴിയുന്നതേ ഉള്ളൂ. ലളിതമായിട്ട് ഇത്തരത്തിൽ എഴുതാം. ഒരിക്കൽ കൂടി മാഷ് വായിച്ചു തരാം. ലേഖിക, ഭയ്യ ക്യാ ബാത് ഹേ. അപ്പൊ ആദമി പറയാ, 20 റുപ്പിയ നഹി മിൽ രഹേ ഹേ അല്ലെ? ലേഖിക പറയാ, യഹ് ലീജിയെ 20 റുപ്പിയ അല്ലെ? ആദമി പറഞ്ഞു, നഹി മേനെ ഫോൺ കിയാ ഹേ, ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാ. അപ്പൊ അബി ലാത്ത ഹോഗ അല്ലെ? അപ്പൊ ലേഖിക പറയാ, കോയി ബാത് നഹി യഹ് രഖ് ലീജിയെ മിൽനെ കെ ബാദ് വാപ്പസ് കർ ദീജിയേഗ അല്ലെ? അപ്പൊ ആദമി പറയാ, ധന്യവാദ് ബഹൻ. ഇത്തരത്തിൽ നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. കോൺവെർസേഷന്റെ 4 മാർക്കും നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നാളത്തെ പരീക്ഷയിൽ ഈ ചോദ്യം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിങ്ങൾ എഴുതുകയും വേണം. അപ്പൊ സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്കോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പബ്ലിക് പരീക്ഷ പാസ്സാവണം. അടുത്ത വർഷം നിങ്ങൾ ഹൈസ്കൂളിലേക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിച്ചോളൂ. അനസാർ അഗ്ലാ വീഡിയോ മേ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.